വാർത്തകൾ തുടരുന്നു. മതിലകം OLF-GHSSലെ അധ്യാപക രക്ഷാകർതൃ വാർഷിക പൊതുയോഗവും മെറിറ്റ് ഡേയും ആഘോഷിച്ചു. മതിലകം പാരാമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗം പ്രശസ്ത നിരൂപകനും ചിന്തകനുമായ ബാലചന്ദ്രൻ വടക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു. അത്തരമൊരു വിഷയമാണ് ഒരു രക്ഷാകർതൃ സമ്മേളനത്തിൽ പറയുന്നതെങ്കിൽ ഒരു സുദീർഘമായ സമയം തന്നെ അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. സാമൂഹ്യ കാര്യങ്ങളിലേക്കാണ് നാം പോകുന്നതെങ്കിൽ ഇന്ന് വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന അനുഭവങ്ങളാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് നിങ്ങൾക്കുമൊക്കെ അറിയാം. നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പത്രങ്ങളുമെല്ലാം പരിശോധിച്ചാൽ കഴിഞ്ഞ 1-2 മാസമായി 2 മാസത്തിലേറെയായി നമ്മൾ കേൾക്കുന്നത് കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന ശൈഥില്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ സ്വാധീനിച്ചതിൻ്റെ കഥകളാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ചുള്ള ചിത്രങ്ങളാണ്. എനിക്ക് പലപ്പോഴും TV തുറന്നു വയ്ക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുടുംബത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ തുറന്ന് കാണാൻ, കുടുംബം അടക്കമിരുന്ന് കാണാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇന്ന് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന കാഴ്ച. PTA പ്രസിഡന്റ് അനിൽ കിളിക്കുളങ്ങര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ M. സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫികളും എൻഡോവ്മെന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബീന സേവ്യാർ, ലോക്കൽ മാനേജർ റവറൻഡ് സിസ്റ്റർ ലിസറ്റ എന്നിവർ വിതരണം ചെയ്തു. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും MCA പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി ഷബനം റഹ്മാനെ ചടങ്ങിൽ ആദരിച്ചു. PTA എക്സിക്യൂട്ടീവ് അംഗം റഹീം പള്ളത്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മൂളി നന്ദിയും പറഞ്ഞു. കമാലിയ ജുമാ മസ്ജിദിലെ സ്വലാത്ത് ദുവാ മജ്ലിസും ഉംറ പാക്കേജിനുള്ള ഫണ്ട് കൈമാറ്റവും നടന്നു. സ്വലാത്തിനും ദുവാക്കും സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഹാരി നേതൃത്വം നൽകി. മുത്തലീബ് സാജ് തളിക്കുളം മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഉംറ പാക്കേജിനുള്ള 1 ലക്ഷം രൂപ കിസൈസ് അൻവർ ഹാജി ദുബായ് കൈമാറി. കമാലിയ ഇസ്ലാമിക് സെന്ററിലെ PC മുഹമ്മദ് മുസ്ലിയാർ ഫണ്ട് ഏറ്റുവാങ്ങി. അടുത്ത വർഷം ഏപ്രിലിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിന്റെ 14ാം വാർഷിക സമ്മേളനത്തിൽ ഉംറ നിർവഹിക്കുവാൻ തെരഞ്ഞെടുത്തവരെ പ്രഖ്യാപിക്കും. ബാവ ബാഖവി, സൈനുദ്ദീൻ സഖാഫി, CM മുഹമ്മദ് അലി, റഷീദ് ചളിങ്ങാട്, അബ്ദുൽ ഖാദർ സഖാഫി, അബ്ദുസലാം നിസബാഹി, ഖാലിദ് സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു. തളിക്കുളം SNV UP സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ട്രാഫിക് ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഗീതാ വിനോദൻ അധ്യക്ഷയായി. വാടാനപ്പള്ളി SI KS സന്ദീപ്, പ്രധാനാധ്യാപിക TK ശോഭന, സ്കൂൾ മാനേജർ EA സുഗതകുമാർ, PTA പ്രസിഡന്റ് TR സന്തോഷ്, സ്മിത ശ്രീനിവാസൻ, PK ഐഷാബി എന്നിവർ സംസാരിച്ചു. ട്രാഫിക് SI PG അജയ്കുമാർ ക്ലാസ് എടുത്തു. അപ്പൊ അത് പറഞ്ഞ് നമ്മൾ കുത്തുമ്പോൾ നമ്മൾ ഉറക്കം പോകും. പതുക്കെ നമ്മൾ നോക്കുമ്പോൾ വെളിച്ചായിട്ടുണ്ടാവും, നമ്മുടെ എനിക്ക് പോകും. അത്രയും അധികം കൊതുകുകൾ നമ്മുടെ പരിസരത്തുണ്ട്. ഓരോ ദിവസവും നമ്മുടെ ഓരോ വീടുകളിലും ഏകദേശം 10,000-ൽ കൂടുതൽ കൊതുകുകൾ ഇങ്ങനെ പുതിയതായി ഉണ്ടാവുകയാണ്. അതിന് കാരണക്കാരാണ് നമ്മൾ തന്നെ. നമ്മളുടെ വീടും പരിസരവും ശുചിത്വമാക്കാത്തതിന്റെ പേരിലാണ് ആ കൊതുകുകൾക്ക് അവിടെ വന്ന് മുട്ടയിട്ട് പെരുകാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ പരിസരം നമ്മൾ ശുചിത്വമാക്കിയാൽ, ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട ഉണ്ണികൾ, നമ്മുടെ വീടിന്റെ പരിസരം നമ്മൾ വൃത്തിയാക്കിയാൽ ഈ പഞ്ചായത്ത് വൃത്തിയാകുന്നു, ഈ സംസ്ഥാനം വൃത്തിയാകുന്നു. അങ്ങനെ ആരോഗ്യ മേഖലയിൽ ഒരു പടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 പ്രവേശനോത്സവം സ്കൂൾ മാനേജർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MK തിലകൻ അധ്യക്ഷനായി. കൊടുങ്ങല്ലൂർ CI M. സുരേന്ദ്രൻ, പ്രധാനാധ്യാപിക ട്രീസ മാത്യു, ഗ്രാസിയ പോൾ, AP ലാലി, അനിൽ കുമാർ, ഷൈനി രാജേഷ്, CM സൽമാൻ, VK രാകേഷ് എന്നിവർ സംസാരിച്ചു. ഈ 2 വർഷം കൊണ്ട് നിങ്ങൾ എങ്ങനെ നടക്കും എന്നുള്ളത് തന്നെ, നടത്തത്തിൽ വരെ ഉള്ള വ്യത്യാസങ്ങൾ, നിങ്ങളുടെ വസ്ത്രാധാരണത്തിലുള്ള വ്യത്യാസങ്ങൾ, നിങ്ങൾ വീട്ടുകാരോട് പെരുമാറുന്നത്, വീട്ടുകാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഇതിനെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡബിൾ എഡ്ജ് നൈഫ് പോലെ 2 ഇരുതല മൂർച്ചയുള്ള പാടുണ്ട്. എപ്പോൾ വേണമെങ്കിലും മുറിയാം. വളരെയധികം ശ്രദ്ധിച്ച് 2 വർഷം നിങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു ചീത്ത മാർഗത്തിലേക്ക് പോകാം,
അതിലെ നല്ല കുട്ടിയാകാം, ഇതൊന്നും അല്ലാത്ത ഒരു രൂപത്തിലാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത് ഈ കലാലയത്തിലെ ഇവിടെ ആണ് വരുന്നത്. ഈ 2 വർഷം കൊണ്ടാണ് നിങ്ങൾ നല്ലതും പൊട്ടയാണെന്നുള്ളത് തിരിച്ചറിയുന്നത്. ചാവക്കാട് മുനയ്ക്കക്കടവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാക്കൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ ഏതാനും ചില മത്സ്യത്തൊഴിലാളികളാണ് തിരച്ചിൽ നടത്തുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയ തിരച്ചിൽ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. കീഴൂർ സ്വദേശി കരുവാൻ വീട്ടിൽ 23 വയസ്സുള്ള കാർത്തിക്, കുന്നംകുളം സ്വദേശി 24 വയസ്സുള്ള ജെഫിൻ എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. തളിക്കുളം സ്നേഹതീരത്ത് മൃതദേഹം കണ്ടു എന്ന അഭ്യൂഹത്തെ തുടർന്ന് സ്നേഹതീരത്തും തിരച്ചിൽ നടത്തി. ചാവക്കാട് മുനയ്ക്കക്കടവിൽ കടലിൽ മുങ്ങി മരിച്ച യുവാക്കളുടെ മൃതദേഹം ചെറുതുരുത്തിയിൽ സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുന്നംകുളം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന രഞ്ജിത്തിന്റെയും അരുണിന്റെയും മൃതദേഹം രാവിലെ വൈശ്ശേരി സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ഉച്ചയ്ക്ക് 1:30 ഇരുവരുടെയും വസതികളിൽ എത്തിച്ചു. മുൻമന്ത്രി KP രാജേന്ദ്രൻ, PSC അംഗം AV വല്ലഭൻ, നഗരസഭാ ചെയർമാൻ TS സുബ്രഹ്മണ്യൻ, CPM നേതാക്കളായ M ബാലാജി, PG ജയപ്രകാശ്, KA അസീസ്, PM സുരേഷ് എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാൻ ഇരുവരുടെയും വസതികളിൽ എത്തിയിരുന്നു. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും സംസ്ഥാന വ്യാപകമായി നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം മാറ്റിവെച്ചു. 18-ന് സമരം നടക്കുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. ഡീസൽ വില വർധന പരിഗണിച്ച് യാത്രാ ചാർജ് കൂട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചിരുന്നത്. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചൊവ്വാഴ്ചയും ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ ബുധനാഴ്ചയുമായിരുന്നു സമരം നടത്താനിരുന്നത്. മിനിമം ചാർജ് 7 രൂപയാക്കണമെന്നും കിലോമീറ്ററിനുള്ള നിരക്ക് 58 പൈസയിൽ നിന്ന് 65 പൈസയാക്കി ഉയർത്തണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെടുമ്പോൾ മിനിമം ചാർജ് 8 രൂപയാക്കണമെന്നും കിലോമീറ്റർ ചാർജ് 63 പൈസയാക്കി ഉയർത്തണമെന്നുമാണ് കോൺഫെഡറേഷൻ ആവശ്യപ്പെടുന്നത്. ഡീസൽ വില 50 രൂപയായിരുന്ന അവസരത്തിലായിരുന്നു അവസാനമായി ചാർജ് വർദ്ധിപ്പിച്ചത്. അതിനുശേഷം ഡീസൽ വിലയിൽ 4 രൂപയോളം വർധനവ് ഉണ്ടായിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ചാർജ് വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാവില്ലെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് ലാത്തിചാർജ് ചെയ്തു എന്നാരോപിച്ച് ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. വിലക്കയറ്റത്തിനെതിരെ മുകുന്ദപുരം താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മതിലകം OLF GHSSലെ അധ്യാപക രക്ഷാകർതൃ വാർഷിക പൊതുയോഗവും മെറിറ്റ് ഡേയും ആഘോഷിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.